ഇവിടെ ആന ഇറങ്ങുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. 1-2 പ്രാവശ്യമൊക്കെ വന്നതാ. എൻ്റെ ന്യൂ ഇയറും കഴിഞ്ഞിട്ടില്ല, ക്രിസ്മസും കഴിഞ്ഞിട്ടില്ല. ക്ലോസ് ദ ഡോർ. ഓക്കെ, ക്ലോസ് பண்ணல. க்ளோஸ் பண்ணிட்டேன்னா நான் ஜிம்மு போறீங்களா இல்லை சப்பியா இருக்கு. நான் போகணும். ചൂടെടുക്കുന്നു. ചേച്ചി അവിടുന്ന് പോകുന്ന കാരണമാവുന്നു. എന്താ ചെയ്യാ, അതെങ്ങനെ അറിയാം? ഞാൻ അവിടെ ക്ലോസ് ആവണേക്കാൾ മുമ്പ് ഞാൻ പോയെന്ന്. എനക്കെല്ലാം തെരിയും. ഓക്കെ, பிறந்த தேதி சொல்லுங்க. ஓகே, டேட் அல்ல. நான் ஏப்ரல் மாதத்தில், அந்த മാസത്തിൽ ഞാൻ പിറന്നത്, ഭൂമിയിലേക്ക് പിറന്നു വീണത്. എ സി ഇല്ല ഇവിടെ. നല്ലത്. ഞാൻ ജനലൊക്കെ തുറന്നിടും. ജനലൊക്കെ വിൻഡോ എല്ലാം ഓപ്പൺ പണിട്ടാ കിടക്കുക. സാരി കുറച്ച് ഡ്രോപ്പ് ആക്കുമോ? നോ 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 നോ. സമയം എത്രയാണ്? ഞാനൊരു 11 ആകുമ്പോൾ പോവും കേട്ടോ. ബിക്കോസ് ലൈവിൽ ചിലപ്പോൾ 11 ആകുമ്പോൾ നോക്കുന്നവരുണ്ടാവുമായിരിക്കും. നോർമലി ആ ഒരു ടൈമിലാണല്ലോ ഞാൻ കയറുവാറ്. എനിക്ക് തുമ്മാൻ വരുന്നുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ചില എക്സ്പ്രഷൻസ് ഒക്കെ വരും. ആരും ഞാൻ ടിക്ടോക്കിലാണെന്ന് തോന്നുന്നു കണ്ടു ലാസ്റ്റ് ടൈം ഡേ എന്ന് പറഞ്ഞ് ബസ്സിലിരുന്നുള്ള വീഡിയോ. ചിലപ്പോൾ ആയിരിക്കും. ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഇടും. இந்த லொக்கேஷனெல்லாம் யாருக்குமே கொடுக்க மாட்டேன். நான் காடுக்குள்ள, இது மொத்தம் காடா, காடுக்கு நடுவே வீடு. நைஸ் கலர் ப்ளவுஸ். ഞാൻ വേർത്ത് പോയിடுச்சு. തുമ്മുന്നതിന് അവിടെ തുമ്മൽ അഴകിട എന്ന് പറഞ്ഞ തുമ്മാൻ വരും. തുമ്മുന്നതിൻ്റെ തമിഴ് എന്താണെന്ന് ആലോചിച്ചതാ. തുമ്മല് മലയാളത്തിലും തുമ്മലിന് തന്നെയാണ്, തമിഴിലും തുമ്മലിന് തന്നെയാണല്ലേ. ഓക്കെ ഓക്കെ, കണ്ട എനിക്ക് തമിഴ് നല്ല തിരിയും. ചൂണ്ടക്കാലാവില്ലേ സ്ഥലം പറയത്തില്ല. തൃശ്ശൂർ കാടിൽ നിലവിൽ പോയിട്ട് പിന്നെ വരാൻ പറയാം. ഞാനേ കെട്ടി വെച്ചാലോ? കെട്ടി വെക്കണ്ടല്ലേ? പ്രമാദം. ഞാനേ റിപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒന്നുകൂടെ തമിഴ് എപ്പോഴും തരും. തമിഴ് ടിക്ടോക്കിൽ ഇരുന്ന് എനിക്ക് തമിഴ് സോങ്സ് എല്ലാം ഞാൻ എടുത്ത് പഠിച്ച് ഫിലിം பார்த்து அப்படி எனக்கு பிடிக்கும். പിന്നെ சின்ன வயசுலேருந்தே எனக்கு தமிழ் எனக்கு கொஞ்சம் பிடிக்கும். തമിഴ് വിജയ് സൂര്യ അവരുടെ പാട്ടുകളെല്ലാം റൊമാൻസ് ரொம்ப பிடிக்கும். പിന്നെ
പിന്നെ എനിക്ക് പിന്നെ റോസാപ്പൂ சின்ன ரோசாப்பூ സോങ് ഒക്കെ ഇല്ലേ, அந்த மாதிரி സോങ്സ് தான் எனக்கு ரொம்ப ரொம்ப பிடிக்கும். പിന്നെ എനിക്ക് அந்த നടൻ്റെ പേരെന്താ, റോസാപ്പൂ ചിന്ന റോസാപ്പൂ ശരത്ത്, அந்த നടനെ പിടിക്കും. എനിക്ക് സിമ്രാൻ പിടിക്കും, നഗ്മ പിടിക്കും. പിന്നെ എനിക്ക് പ്രഭുദേവ പിടിക്കും, വിക്രം പിടിക്കും. അന്ത പഴയ കാല അവരെല്ലാം എനിക്ക് പിടിക്കും. സൂര്യവംശം, യെസ്. കണ്ണാടി പാർക്കയിലേ അങ്ക മുന്നാടി വന്നോക്കന്ത, അന്ത പാട്ടെല്ലാം. മലയാളം ഇഷ്ടപ്പെട്ട മരുന്ന്, മലയാളം എനിക്ക് പിടിക്കും. മലയാളം പിന്നെ എന്നോട് മാതൃഭാഷ, അതെല്ലാം മദർ ടങ് എനിക്ക് ரொம்ப പിടിക്കും. എല്ലാമേ പിടിക്കും. മലയാളികളെ ഒന്നും പിടിക്കില്ലേ. പിന്നെ എന്നാലും കൊഞ്ചം കൂടുതൽ എനിക്ക് തമിഴ് എനിക്ക് പിടിക്കും. പ്രശാന്ത്, മുതൽ കനവി, അത് അന്ത നായകൻ തന്നെ പ്രശാന്ത്. മറുപടി വന്നാൽ കണ്ടതായി പോലും വെക്കുന്നില്ലെന്നോ. എനിക്ക് ചിലതൊന്നും വായിക്കാൻ പറ്റുന്നില്ല കേട്ടാ. ടീഷർട്ട് ഇടാമോ? മജ്നു, ഡ്രോപ്പ് യുവർ ഗൺ ബേബി. തമിഴ് നല്ല ലാംഗ്വേജാണ്, നല്ല അഴകാന തമിഴ്. പിന്നെ എനിക്ക് അങ്ങനെ ரொம்ப സോങ്സ് ഫിലിംസ് എല്ലാം എനിക്ക് തമിഴ് പിടിക്കും. തമിഴ്ക്കാർക്ക് വേണ്ടിയുള്ള ലൈവാണ്, അല്ല എനിക്ക് വേണ്ടിയിട്ടുള്ള ലൈവാണ്. എന്നെക്കുറിച്ചല്ല ഞാൻ പറയണ്ടേ, എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. എൻ്റെ ഒരു കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഞാൻ ഇവിടെ എന്നുവെച്ചാൽ ഈ ഒരു പോയിന്റിലാണെങ്കിൽ ഞാൻ വീണ്ടും ചുറ്റിക്കറങ്ങി ആ പോയിന്റിൽ തന്നെ എത്തുള്ളൂ. അപ്പം അതാണ് ഞാനിപ്പം, അത്രയേ ഉള്ളൂ. ഞാൻ ഇഷ്ടമുള്ളതായാലും അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഈ സാരി ഉടുത്ത് എങ്ങോട്ടും പോകുന്നില്ല, പിൻ പോലും ചെയ്തിട്ടില്ല. ഞാൻ ലൈവ് കഴിഞ്ഞ് ഊരിയിടും. നന്നായി അയൺ ചെയ്ത് വൃത്തിക്ക് വെച്ചിരുന്ന സാരി ഇന്ത മാതിരിയാക്കി ഞാൻ. ചന്തി കാണിക്കാരോ പറയുന്നു, ഇങ്ങനെയുള്ള മ്ലേച്ഛമായ വാക്കുകൾ പറയരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാർലമെന്ററി വേർഡ്സ്. ഞാൻ പോവാണ്, റിപ്ലൈ ഇല്ല. ഞാൻ ഇപ്പം എന്തോരം മെസ്സേജ് വരുന്നു, ഞാൻ വായിക്കുന്നുണ്ട്. കുറേയൊക്കെ ഇങ്ങനെ മേളിലേക്ക് പോകുന്നുണ്ട്. ചേച്ചി പൂക്കൾ കണ്ടില്ലല്ലോ. പൂവാണോ കണ്ടത്? ഇതൊക്കെ പൂവാണ്. ന്യൂ ഇയറിൻ്റെ ഒരു ഗിഫ്റ്റെങ്കിലും പറയുന്ന നിങ്ങളെന്താ എനിക്ക് ഗിഫ്റ്റ് തന്നത്? ഒരു സ്നേഹമല്ലാത്ത എന്തെങ്കിലും സ്നേഹത്തോടെ 2 വാക്കെങ്കിലും പറയില്ലേ? റൂം സൂപ്പറാണോ? അത്രയൊന്നുമില്ല, ഒരു ചെറിയ റൂം. അതൊക്കെ ചുമ്മാ
എനിക്കിങ്ങനെ സാധനങ്ങളൊക്കെ ഈ പ്രത്യേകിച്ച് ഡ്രസ്സുകളൊന്നും പുറത്ത് കാണുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. അതൊക്കെ ഇങ്ങനെ അതൊക്കെ ഡ്രസ്സുകളൊന്നും കാണരുത്. പക്ഷെ ഞാനവിടെ ഒരു നൈറ്റിയൊക്കെ മാറി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. പിന്നെ എൻ്റെ ബ്ലൗസ് ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ നോക്കട്ടെ, അത് ഒതുങ്ങിയിട്ടാണ് ഇരിക്കണേ. എനിക്ക് എന്താ വേണ്ടത്? സ്നേഹത്തോടെ ഐ ലവ് യു. ഞാനേ ബ്ലൗസ് മാത്രം കാണിച്ചു തരാവേ. ബ്ലൗസസ് മാത്രം കേട്ടോ. ദാ എൻ്റെ ബ്ലൗസ്, മുകളിൽ സാരി, സെറ്റ് സാരി, ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാനെടുക്കുന്ന സാരി. താഴെയൊന്നും കാണിക്കാൻ പറ്റില്ല, താഴെയൊക്കെ ഓരോന്ന്. ഇത് മാത്രമേ ഇത്തിരി വൃത്തിക്ക് ഇരിക്കുന്നുള്ളൂ. ചെറിയ റൂമിൽ ഒരു പ്രാവുകുഞ്ഞ്. അതെ, ചെറിയ റൂമാകുമ്പോൾ എപ്പോഴും നീറ്റായിട്ട് നമുക്ക് നോക്കാമല്ലോ. താഴെ എന്തായിരുന്നു? ചേടാ, ഇതല്ലാണോ? എണീറ്റ് നിന്ന് എനിക്ക് പെട്ടെന്ന് കാലൊക്കെ കഴക്കി. അൺസബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു കവലയും ഇല്ല. ദയവ് സെഞ്ച് പോയിടുங்க. ഓക്കെ, அந்த மாதிரி கவலைയുള്ള ஒன்று கிடையாது நான். ஓகே, நான் ചേച്ചി ക്യൂട്ട് കഴിച്ചു. ഞാൻ കഴിച്ചിട്ടാണ് ലൈവ് വന്നത്. എന്നാ പിന്നെ ടൈം ആയില്ലേ, ഞാൻ പോവുകയാണേ. പോയിക്കോന്ന്. ഒരു ഫേക്ക് ഐ ഡി ഉണ്ടല്ലോ, അതിങ്ങനെ പലരും ഇങ്ങനെ അയച്ചു തരുമ്പോൾ ഇങ്ങനെ എന്താ സംഭവം എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ ഫേക്കാണേ, കാണിച്ചു തരാം. ചിലപ്പോൾ ഇതിലുണ്ടാവും, ഇതിനൊക്കെ എടുത്തിട്ടായിരിക്കും അവിടെ എവിടെയും കൊണ്ടിടുന്നത്. ഇത് പക്ഷേ എനിക്ക് ബ്ലോക്കഡാണ്. ഈ വിജയ പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ട് ഞാൻ ഇന്നലെ ഒപ്പിച്ചായിരുന്നു, കാണിക്കാതെ. കണ്ടോ, കാണുന്നുണ്ടോ? ഇത് ഫേക്ക് ഐ ഡി ആണ്. ഇതാരും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യോ? പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് അതിലെന്താ അവരിടുന്നതെന്ന് അറിയാനായിട്ട്. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണേ, എന്താണെന്നറിയാലോ. ചേച്ചിയെ പോലെ ഒരു ചേച്ചീൻ്റെ സെയിം ലുക്ക് അറിയുമോ ആരെങ്കിലും? അറിയില്ല. വിജയ പേഴ്സണൽ എനിക്കറിയായിരുന്നു ഫേക്കാണെന്ന്. PM നോക്കാം. എന്നാൽ പിന്നെ ഞാൻ മിറൻ്റെ അവിടേക്ക് പോകണം. PM നോക്കൂ. ഇരിപ്പായിട്ട്
എൻ്റെ ഞാനൊക്കെ പറയാം, അയ്യോ എൻ്റെ ഡ്രസ്സ് ഇവിടെ ഞാൻ അയച്ചു വരിയിട്ടത്. നോക്കല്ലേ, എൻ്റെ 160 രൂപ പോയി ഒരു വാട്സപ്പിൽ നിന്ന്. നല്ല കാര്യം, എനക്കൊന്നും தெரியாது. രേഷുവിനെ സ്നേഹം കുറഞ്ഞു വരുവാണ്. അതെ അതെ, പറഞ്ഞത് കറക്റ്റാണ്. എനിക്കെന്തോ സ്നേഹക്കുറവുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ബ്ലൗസ് മാത്രമൊന്നും മേടിക്കാൻ നിൽക്കില്ല. ഞാൻ ചുമ്മാ ഉള്ളതല്ലേ, മിററിലൊക്കെ ഞാൻ ഒന്നിങ്ങനെ വർത്താനം പറയും കുറച്ച് നേരം. മിററിൻ്റെ മുന്നിൽ നിന്നിട്ടൊരു ഷോ, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉമ്മ, ഗുഡ് നൈറ്റ് പറച്ചിൽ. ഓക്കെ, ഞാൻ വീഡിയോ ചെയ്യുന്നത് പോലെ നിൽക്കാവേ. ആക്ച്വലി ഫാൻ ഓഫ് ചെയ്തല്ലേ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊന്നുമില്ല. ഫോൺ കണ്ടില്ലല്ലേ? കണ്ട ഒരു പച്ച ഷെയ്ഡ് വന്ന് സബ്സ്ക്രിപ്ഷൻ. അത് ഞാൻ കുറച്ചധികം നേരം ലൈവിൽ നിന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്. ഓക്കെ, മണി വേസ്റ്റായിട്ട് തോന്നുന്നവരൊക്കെ ഒന്ന് പ്ലീസ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോണേ, സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്ത് പോണേ പ്ലീസ്. ഇഷ്ടം കൊണ്ട് പറയുവാണ്. ഓക്കെ, സോ എക്സ്ക്ലൂസീവ് ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ ലൈറ്റിടാം. ഇത്ര നേരം സംസാരിച്ചു നിന്നപ്പോൾ ഞാൻ ആരായി? പെട്ടെന്ന് ലൈവിൽ കയറുന്നു, ലൈവിൻ്റെ ഒരു മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുന്നു, വേർത്തല്ല വേസ്റ്റാന്ന് പറയുന്നു. ചിലപ്പോൾ അത് ശരിക്കും പറയുന്നതായിരിക്കും, എങ്കിൽ പോലും ഞാനപ്പോൾ പോട്ടെ, വേർത്തു ആകെ. കണ്ടിന്യൂ ചെയ്തോളൂ, ഞാൻ പോവാണേ. സ്റ്റാർട്ടിങ് തൊട്ട് കണ്ടിരിക്കുന്നവരുണ്ടോ? ഓക്കെ, അതെനിക്ക് തിരിയും. ഞാൻ ആരാ ചേട്ടാ? മനസ്സിലായില്ല.
ഞാൻ ചേട്ടനല്ല, ഞാൻ ചേച്ചിയാണ്. അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, രേഷ്മയാണ്. ഓക്കെ. കണ്ടക്കുണ്ട എനിക്ക് കുറച്ചറിയാം. 2 വർഷം